ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒന്നാമത്തെ ക്വിസ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ഓരോ ചോദ്യത്തിൻ്റെ കൂടെയും കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പഠിക്കുക. ചിലപ്പോൾ അതും ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതാണ് ബോണസ് ക്വസ്റ്റ്യൻ. അത്തരത്തിലുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? നവംബർ 1 എന്ന ഡേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ വർഷം കൂടിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1956 നവംബർ 1-ന്. അതായത് കേരള സംസ്ഥാനം നിലവിൽ വന്ന തീയതി 1956 നവംബർ 1-ാം തീയതിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 5. അതായത് 1956 കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ വെറും 5 ജില്ലകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ചോദ്യം ആ 5 ജില്ലകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണ് 1956 കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ 4 ജില്ലകളും ഇപ്പോഴും ഉള്ളതാണ്. ഇതിൽ മലബാർ എന്ന ജില്ലയാണ് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ്, പാലക്കാട് എന്നീ ജില്ലകളായി മാറിയിരിക്കുന്നത്. ഇത് വെറുതെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയതല്ല. ഇതിന് പുറകിൽ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ആയി നവംബർ 1-ാം തീയതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: 1956 നവംബർ 1-ന് രൂപം കൊണ്ട 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം തന്നെയാണ്. 1956 നവംബർ 1-ന് രൂപം കൊണ്ടത് കേരളം മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം 14 സംസ്ഥാനങ്ങൾ കൂടി രൂപം കൊണ്ടിരുന്നു. അതിൽ ഏറ്റവും ചെറുത് കേരളമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. നമുക്ക് വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1-ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? 1-ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1957 ഏപ്രിൽ 5-ാം തീയതി. 1-ാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷമാണിത്. ഇതേ വർഷം, അതായത് ഇന്ന ഡേറ്റിൽ തന്നെയാണ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി മാറിയത്. നമ്മുടെ നേരത്തെ ചോദ്യത്തിൽ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി നിയമിക്കപ്പെട്ടത് ഈ പറഞ്ഞ സെയിം തീയതിയിലാണ്, 1957 ഏപ്രിൽ 5-ാം തീയതി. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആര്?
കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആണ്. അതായത് പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ ആണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയെ പറ്റി എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ട് ഉപമുഖ്യമന്ത്രിയെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം ആർ ശങ്കർ. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര്? ഉത്തരം ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണറുടെ പേരാണ് ബി രാമകൃഷ്ണ റാവു. അപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ പറ്റിയാണ് പഠിച്ചത്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ അഥവാ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. 1957 ഏപ്രിൽ 5-ാം തീയതിയാണ് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയെ പറ്റിയാണ്. ഉത്തരം ആർ ശങ്കർ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് കേരളത്തിലെ ആദ്യത്തെ ഗവർണറെ പറ്റിയാണ്. ഉത്തരം ബി രാമകൃഷ്ണ റാവു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? കേരള ഹൈക്കോർട്ട് രൂപം കൊണ്ടതെന്നാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ട 1956 നവംബർ 1-ാം തീയതി തന്നെയാണ് കേരള ഹൈക്കോടതി അഥവാ കേരള ഹൈക്കോർട്ടും രൂപം കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1956 നവംബർ 1. ഈ വീഡിയോയിലെ 10-ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അന്ന ചാണ്ടി. വീഡിയോയിലെ 11-ാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം KT കോശി. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KT കോശി. വീഡിയോയിലെ 12-ാമത്തെ ചോദ്യം. കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആര്? നമ്മൾ പണ്ടു തൊട്ടേ പറഞ്ഞു കേൾക്കുന്ന കഥയാണിത്. കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ മറ്റാരുമല്ല, വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഒരു പോർച്ചുഗീസ് എക്സ്പ്ലോററാണ്. അദ്ദേഹം കേരളത്തിലെ ഇപ്പോഴത്തെ കോഴിക്കോടാണ് എത്തിച്ചേർന്നത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് അദ്ദേഹം ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത തീയതി കൂടി ഓർത്തു വയ്ക്കുക, 1948 മെയ് 20-ാം തീയതി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണനാണ്. വീഡിയോയിലെ 14-ാമത്തെ ചോദ്യം. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം സർദാർ KM പണിക്കർ. ഫസൽ അലി കമ്മീഷനിലെ മലയാളിയായ അംഗമാണ് സർദാർ KM പണിക്കർ. ഇനി നമുക്ക് ഈ ഒരു ഫസൽ അലി കമ്മീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് രൂപീകരിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നുകൂടി ഈ ഒരു ഫസൽ അലി കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഫസൽ അലി കമ്മീഷനിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫസൽ അലിയാണ്. രണ്ടാമത്തേത് HN കുൻസ്രു.
ഇസ്രോ. മൂന്നാമത്തേത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ KM പണിക്കരാണ്. അപ്പോൾ ഈ 3 പേരാണ് ഈ ഒരു സംഘടനയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. ഈ ഫസൽ അലി കമ്മീഷൻ എന്നത് ഒരു കമ്മീഷനാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1953 ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. ഈ ഒരു കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കമ്മീഷൻ 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളെ ഇവർ റീഓർഗനൈസ് ചെയ്യുന്നത് അവിടെ സംസാരിക്കുന്ന ഭാഷയും അതുപോലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് എന്ന് വെച്ചാൽ ഭരണ സൗകര്യത്തെയും ആശ്രയിച്ചാണ്. അതായത് ഈ 2 കാര്യങ്ങളുടെ ബേസിസിലാണ് ഈ ഒരു കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യുന്നത്. 1953 രൂപീകൃതമായ ഈ ഒരു ഫസൽ അലി കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് 1956 നമ്മുടെ കേരളം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫായ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ തന്നത്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ലോങ് വീഡിയോ നമ്മൾ ഈ ഒരു കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 1ാം കേരള മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഒന്നാം കേരള മന്ത്രിസഭയിൽ 11 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 11 അംഗങ്ങൾ. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 1ാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.